എന്തെങ്കിലും ഭ്രമങ്ങളുണ്ടോ? ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്, നല്ല ഡ്രസ്സുകൾ ഇപ്പോഴും ഇഷ്ടമാണ്. വേറെ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആഭരണമൊക്കെ ഇഷ്ടമാണ്, മോതിരം ഇഷ്ടമാണ്, നിറയെ ഇഷ്ടമാണ്. ഈ പഴയ വസ്തുക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കിട്ടിയാൽ വാങ്ങിക്കുമെന്ന് തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളുണ്ടോ? പ്രത്യേക ഇഷ്ടങ്ങളുണ്ടോ? എനിക്ക് അങ്ങനെയില്ല, സാരികളോടോ പണ്ടും ഇല്ല, ആഭരണങ്ങളോടൊന്നും പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ പിന്നെ സിനിമകളിൽ വളരെ ഒരുപാട് സംഘർഷങ്ങളുള്ള ഒരു ഫീൽഡാണല്ലോ സിനിമ. പ്രത്യേകിച്ച് ഇപ്പം പ്രൊഡ്യൂസറുമാണ്, ഡിസ്ട്രിബ്യൂട്ടറും എല്ലാം ആണ്. അപ്പോൾ ഒരുപാട് പിന്നെ സെറ്റ് ബാക്കുകൾ, നേരത്തെ നമ്മൾ വാനപ്രസ്ഥത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പ് ഉള്ള. പക്ഷെ അതിനെക്കുറിച്ച് എല്ലാം കണ്ട് കൂടുതൽ ചിന്തിക്കത്തില്ല, എല്ലാം നല്ലതായിട്ട് വരും എന്നൊരു എപ്പോഴും നോക്കിയാലേക്ക് ശുഭാപ്തി വിശ്വാസമാണ് കൂടുതലും. എന്നോടും പറയാം അങ്ങനെ ആലോചിക്കാൻ പാടുള്ളൂ. വിഷമത്തോടൊക്കെ ഇരിക്കുമ്പോഴും പറയാം അമ്മ വിഷമിക്കാൻ പാടില്ല, നല്ലതാണ്, നല്ലതേ വരുള്ളൂ, അങ്ങനെ ആലോചിക്കാം, അത് നല്ലതല്ലേ, അങ്ങനെ ആലോചിക്കുന്നത് ശരിയല്ലേ. നിർമ്മാതാക്കളുടെ കാര്യം പറഞ്ഞു കേൾക്കാറില്ല, ശരിക്കും റിലീസ് ചെയ്യുന്ന ദിവസമൊക്കെ ഇങ്ങനെ നഖവും കടിച്ച് കാണും, ടെൻഷൻ കാണും. എന്നിട്ട് എല്ലായിടത്തും വിളിക്കും, ഞാനും വിളിക്കും എല്ലായിടത്തും എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പം നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാനും വിളിച്ച് പറയും ഇവിടുത്തെ എങ്ങനെ, എൻ്റെ ചോദിക്കാൻ പറ്റും വേണ്ട എങ്ങനെയുണ്ട് ചോദിച്ചാൽ വിളിച്ചിട്ട് ഞാൻ പറയും മോനെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് എന്ന് പറയും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ശരിക്ക് അപ്പോഴായിരിക്കും സമാധാനം ആവണല്ലേ. അമ്മയുടെ ഇവിടുത്തെ ഇപ്പം തിരുവനന്തപുരത്തെ കാര്യമൊക്കെ അമ്മ ഇവിടെ വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞു. തിയേറ്ററിൽ വിളിച്ച് ചോദിക്കും, ശരി, അല്ലാതെ ഫ്രണ്ട്സിനെ ഒന്നും അല്ല. ഞാൻ അങ്ങനെ ചോദിക്കും. അമ്മയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഈ സിനിമ ഫീൽഡില്? അങ്ങനെ ഇല്ല, ഇല്ല, ഇല്ല. സിനിമ ഫീൽഡിൽ അടുത്ത് കവിയർപ്പനുമൊക്കെ വന്നാൽ വരും, പിള്ളേർ സുമാരിയൊക്കെ വന്നാൽ വരും, അല്ല എനിക്ക് അങ്ങനെ ഇല്ല. മോഹൻലാലിന്റെ കുട്ടിക്കാലത്തുള്ള ഈ ഓണക്കളികൾ അതൊക്കെ ഇഷ്ടം, കൂട്ടുകാരുടെ കൂടെ അങ്ങ് ഇറങ്ങും കളിക്കാൻ. പൂജപ്പുര മണ്ഡപം ഉണ്ടല്ലോ കളിക്കാൻ, അവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞ് ക്രിക്കറ്റും ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരുപാട് ഇങ്ങനെ ഓർമ്മകൾ മനസ്സൂക്ഷിക്കുന്ന ആളാണോ? അതെ, കാരണം ഇപ്പം നമ്മളിപ്പം തിരിച്ചു വരുന്ന തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് അല്ലെങ്കിൽ മദ്രാസിലൊക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ഇവിടെയൊക്കെ നടന്ന ആ ഒരു ഓർമ്മകൾ എല്ലാവരെയും തിരക്കും. വരുമ്പോൾ എന്തൊക്കെ ചോദിക്കും, അവരോടെ എല്ലാവരുടെ കാര്യവും ചോദിക്കും, ഇപ്പോഴും ചോദിക്കും. മോഡൽ സ്കൂളിലാണ് പഠിച്ചത്? മോഡൽ സ്കൂളിൽ പഠിച്ചു, ഇവിടെ മുടവമ്പുഴ സ്കൂളിൽ പഠിച്ചു, മോഡൽ സ്കൂളിൽ പഠിച്ചു, ആർട്സ് കോളേജിൽ പഠിച്ചു, MGയിൽ പഠിച്ചു. പഠിക്കാൻ എങ്ങനെയായിരുന്നു? ആവറേജ് ആണല്ലേ. അതിന് പിന്നെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, 1-2 വിഷയത്തിനൊക്കെ ട്യൂഷനുണ്ട്, ബാക്കിയൊക്കെ ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ, അങ്ങനെ കമ്പൽ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട, അയാൾ പഠിച്ചോളൂ. മോഹൻലാലിന്റെ പാടി ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? എല്ലാം ഇഷ്ടമാണ്, എൻ്റെ മാൻ്റെ പാട്ടെല്ലാം ഇഷ്ടമാണ്. എല്ലാ സിനിമകളും ഇഷ്ടമാണ്? എല്ലാ സിനിമകളും ഇഷ്ടമാണ്, എല്ലാ പാട്ടിലും ഇഷ്ടമാണ്. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല? ദേവാസുരമൊക്കെ ഇഷ്ടമാണ്, 6-ാം തമ്പുരാൻ ഇഷ്ടമാണ്. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ദേവാസുരവും 6-ാം തമ്പുരാനും കിലുക്കോ നേരത്തെ പറഞ്ഞു? കിലുക്കം നല്ലതാണ്, ചിത്രവും നല്ലതാണ്, എല്ലാം നല്ലതാണ് അവരുടെ.